ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കേരളത്തിലെ ഏറ്റവും വലിയ ചുവർച്ചിത്രം കാണുവാൻ വേണ്ടിയിട്ടാണ്. കായംകുളം ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം. ഭാഗവത മഹാപുരാണത്തിലെ ഒരു കഥാസന്ദർഭമാണിവിടെ ആലേഖനം ചെയ്തിട്ടുള്ളത്. കഥ ഇപ്രകാരമാണ്. ത്രികുട പർവ്വതത്തിൽ കരുത്തനായ ഒരു ഗജശ്രേഷ്ഠൻ വസിച്ചിരുന്നു. കടുവകൾ പോലും അവനെ ഭയപ്പെട്ടിരുന്നു. ഒരിക്കൽ ഗജേന്ദ്രൻ പിടിയാനകളോടൊപ്പം ഒരു താമര പൊയ്കയിലിറങ്ങി. ഈ തടാകത്തിലുണ്ടായിരുന്ന ഒരു മുതല അവൻ്റെ കാലിൽ പിടികൂടി. എത്ര ശ്രമിച്ചിട്ടും മുതലയുടെ പിടിയിക്കാൻ ഗജേന്ദ്രന് കഴിഞ്ഞില്ല. മറ്റാനകൾക്കും അവനെ രക്ഷിക്കാനായില്ല. അങ്ങനെ ഈ പിടിവലി ഏറെക്കാലം നീണ്ടുപോയി. അവശനായ ഗജേന്ദ്രൻ ഭഗവാനല്ലാതെ മറ്റാർക്കും തന്നെ രക്ഷിക്കാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ് വിഷ്ണുവിൽ ശരണം പ്രാപിച്ചു. ഒടുവിൽ ശ്രീഹരി ഗരുഡനിലേറി ഗജേന്ദ്രന് മുന്നിൽ പ്രത്യക്ഷനായി. പൊയ്കയിൽ നിന്നും ഒരു താമരപ്പൂവെടുത്ത് ഗജേന്ദ്രൻ ഭഗവാന് സമർപ്പിക്കുന്നു. ശ്രീചക്രത്താൽ മുതലയെ കൊന്ന് ഗജേന്ദ്രനെ ഭഗവാൻ രക്ഷിച്ചു. യഥാർത്ഥത്തിൽ അഗസ്ത്യമുനിയുടെ ശാപത്താൽ ആനയായി തീർന്ന ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവായിരുന്നു ഗജേന്ദ്രൻ. ഈ മുതലയും ശാപം മൂലം അങ്ങനെയായി തീർന്ന ഹൂഹു എന്ന ഗന്ധർവനായിരുന്നു. ഭഗവത് സ്പർശത്താൽ ഇരുവർക്കും മോക്ഷം കിട്ടിയെന്ന് ഭാഗവതം പറയുന്നു. കൊട്ടാരത്തിൻ്റെ തേവാരപ്പുരയിലാണ് ഈ ചിത്രമുള്ളത്. നീരാഴിയിൽ കുളിച്ച് പ്രാർത്ഥനയ്ക്കായി രാജാവ് ഇവിടേക്ക് എത്തിയിരുന്നു. കൊട്ടാരത്തിനോട് ചേർന്നുള്ള കുളത്തിൽ നിന്നുമാണ് നീരാഴിയിലേക്ക് വെള്ളമെത്തുന്നത്. ഈ കുളവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഗോകുലത്തിലെ കുട്ടികൾക്ക് പണ്ട് ഈ കഥ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ആ രംഗം അവതരിപ്പിച്ച് കാണിച്ചതാണ് ഈ ചിത്രത്തിൽ. ഗരുഡവാഹനനായ ഞങ്ങളുടെ വിഷ്ണുവും ഗജേന്ദ്രനും മുതലയും എങ്ങനെയുണ്ട്? 2023 ഒരു പടമാണിത്. എന്തായാലും ഇപ്പോൾ നേരിട്ട് കാണാൻ സാധിച്ചു. യാത്രകളും കഥകളും തുടരും.